നമുക്കറിയാം വിജയണ്ണൻ ഒരു പാർട്ടി തുടങ്ങി വെറും 2 കൊല്ലം കൊണ്ട് തമിഴ്നാടിന്റെ CM ആയി വന്നു. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇതുപോലെ നമ്മുടെ ലാലേട്ടൻ ഒരു പാർട്ടി തുടങ്ങിയ വിജയണ്ണന്റെ പോലെ ലാലേട്ടൻ ജയിച്ച് CM ആവുമോ? ഇതുപോലെ ഇനി മമ്മൂക്ക തുടങ്ങിയാൽ എന്തായിരിക്കും? മമ്മൂക്കയെ ലാലേട്ടൻ ഒരുമിച്ച് തുടങ്ങിയാൽ എന്താകും? ഇതെല്ലാം നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് നമ്മുടെ ലാലേട്ടൻ. ലാലേട്ടൻ പെട്ടെന്ന് ഒരു പാർട്ടി തുടങ്ങി ഇലക്ഷന് വേണ്ടി മത്സരിച്ചു എന്ന് കരുതുക. ലാലേട്ടന്റെ കാര്യം നമുക്കറിയാം. ലാലേട്ടന് കേരളത്തിൽ വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ലാലേട്ടന് ഫാൻ ബേസ് ഉണ്ട്. വലിയൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ട്. കേരളത്തിൽ മൊത്തം ഫാൻസ് ക്ലബ് ഉണ്ട്, യൂത്ത് ഓഡിയൻസ് ഉണ്ട്. ഇനി ബോക്സ് ഓഫീസിന്റെ കാര്യം നോക്കിയാൽ ലാലേട്ടന് വലിയൊരു ബ്രാൻഡാണ്. യൂത്ത് ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ലാലേട്ടന് ഈസി ആയി കഴിയും. ഇങ്ങനെയുള്ള നമ്മുടെ ലാലേട്ടൻ പെട്ടെന്ന് ഒരു പാർട്ടി തുടങ്ങിയാൽ അത് സൗത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ വൈറലാവും, വലിയൊരു ന്യൂസ് ആവും. അങ്ങനെ ഇലക്ഷൻ ടൈം വന്നു. പാർട്ടി ജയിക്കുമോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ സീറ്റ് പിടിക്കാൻ പറ്റുമെങ്കിലും റിയാലിറ്റി എന്തെന്നാൽ തോക്കാനാണ് ചാൻസ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ നമ്മുടെ തമിഴ് ഓഡിയൻസും കേരള ഓഡിയൻസും ഡിഫറെന്റ് ആണ്. തമിഴ് തെലുങ്ക് ഓഡിയൻസ് എല്ലാം നമുക്കറിയാം, അവർ നടന്മാരോട് വളരെ ലോയലാണ്. ഒരു മാസ് സൂപ്പർ സ്റ്റാറിന്റെ പടം ഇറങ്ങിയാൽ അവിടെയെല്ലാം അതൊരു ഫെസ്റ്റിവൽ പോലെയാണ്. അവരെല്ലാം അത് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പടം മോശമായാൽ ചില ടൈമിൽ അവർ ആ നടന്മാരോടുള്ള ഇഷ്ടം കൊണ്ട് പടം കാണും. ഫ്ലോപ്പ് സിനിമയാണെങ്കിലും കുറഞ്ഞത് 100 കോടി കളക്ഷൻ നേടിയെന്ന് വരാം. ഇനി നമ്മൾ കേരള ഓഡിയൻസിന്റെ കാര്യം നോക്കിയാൽ കേരള ഓഡിയൻസ് നടന്മാരോട് വളരെ ലോയലാണ്. ഇവിടെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ നല്ലൊരു സിനിമ വന്നാൽ അത് നമ്മൾ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യും. സിനിമ വലിയൊരു ഹിറ്റ് ആവും. എന്നാൽ സിനിമ മോശമാണെങ്കിൽ എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ഇവിടെ അത് വലിയ രീതിയിൽ ഫ്ലോപ്പ് ആവും. കാരണം നമ്മൾ സിനിമയെ സിനിമയായിട്ട് കാണുന്നവരാണ്. മാത്രമല്ല തമിഴ് തെലുങ്ക് ഓഡിയൻസ് ഒരു വലിയ പെർസെന്റേജ് നടന്മാർക്ക് സിനിമയിലുള്ള മാസ് ഹീറോ ഇമേജ് റിയൽ ലൈഫിലും കൊടുക്കാറുണ്ട്. അപ്പോൾ സിനിമയിലുള്ള മാസ് ഹീറോ ഇമേജ് ഒരു റിയൽ ലൈഫ് ലീഡർഷിപ്പ് ഇമേജ് ആയി കൺവേർട്ട് ആവും. ഇങ്ങനെ തമിഴ്നാട്ടിൽ സിനിമയുമായി ബന്ധപ്പെട്ട പല ആളുകളും പിന്നീട് CM ആയി വന്നിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ MGR, ജയലളിത, കരുണാനിധി ഇവരെല്ലാം സിനിമയെ ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല പൊളിറ്റിക്കൽ ടൂളായി കൂടി യൂസ് ചെയ്തു. നമ്മുടെ വിജയണ്ണനും അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് സിനിമയുമായി ബന്ധപ്പെട്ട പല ആളുകളും പിന്നീട് CM ആയി വരുന്നു, അവർ സക്സസ് ആയി മുന്നോട്ട് പോകുന്നു. MGR 3 തവണ CM ആയി. 1977 CM ആയി. പിന്നീട് മരണം വരെ CM ആയിരുന്നു. ജയലളിത 6 തവണ CM ആയി. കരുണാനിധി 5 തവണ. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ടവർ പിന്നീട് CM ആയി വരുന്നത് അവർ കണ്ടു ശീലിച്ച കാര്യമാണ്. മുമ്പുള്ളവർ സക്സസ് ആയതുകൊണ്ട് തന്നെ മറ്റൊരു നടൻ വരുമ്പോഴും അവർക്ക് വോട്ട് ചെയ്യാൻ ഒരു സൈക്കോളജിക്കൽ ട്രിഗർ ഉണ്ടാവും. പക്ഷെ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററിയേ ഇല്ല. മാത്രമല്ല ഇവിടെ സിനിമയും പൊളിറ്റിക്സും രണ്ടും രണ്ടാണ്. നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ് കാണുന്നത്. ആ പാർട്ടി എങ്ങനെയാണ്, ആ പാർട്ടിയുടെ ഹിസ്റ്ററി, ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു, പാർട്ടിയുടെ കാൻഡിഡേറ്റ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു പുതിയ പാർട്ടി വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ കേരള ഓഡിയൻസിന് ടൈം എടുക്കും. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP ഇങ്ങനെ വർഷങ്ങളായി സ്ട്രോങ് പാർട്ടി ബേസ് ഉള്ള ഇത്തരം വലിയ പാർട്ടീസാണ് നമ്മുടെ കേരളത്തിൽ ഡെവലപ്പ് ആയത്. എന്നാൽ തമിഴ്നാട്ടിൽ അണ്ണാ DMK, DMK അങ്ങനെയൊക്കെയുള്ള തമിഴ്നാടുമായി ബന്ധപ്പെട്ട റീജിയണൽ പാർട്ടീസാണ്. അപ്പോൾ അങ്ങനെ പുതിയ പാർട്ടി വന്നാൽ അവർ നമ്മളെക്കാൾ സ്പീഡിൽ അക്സെപ്റ്റ് ചെയ്യും. എന്തൊക്കെയായാലും ലാലേട്ടന് ജയിച്ച് MLA ആവാനെല്ലാം ചിലപ്പോൾ ഈസി ആയി കഴിഞ്ഞേക്കാം. അഥവാ ലാലേട്ടൻ പെട്ടെന്ന് ഒരു പാർട്ടി ഉണ്ടാക്കി, അപ്പോൾ ലാലേട്ടൻ 0 ചാൻസ് അല്ല. തുടക്കത്തിൽ ചിലപ്പോൾ ഒരു 3 സീറ്റൊക്കെ പിടിച്ചെന്ന് വരാം. കാരണം സൂപ്പർ സ്റ്റാർസിന് ഈസിയായി യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. പാർട്ടി ഏതാണെങ്കിലും നടന്മാരെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു വലിയ പെർസെന്റേജ് തന്നെയുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ജയിച്ച് CM ആവാനുള്ള പവർ അല്ലെങ്കിൽ ഒരിക്കലും 0 സീറ്റ് ആയിരിക്കില്ല. ഇനി നല്ലൊരു സ്ട്രോങ് കാൻഡിഡേറ്റ്സിനെ യൂസ് ചെയ്ത് നല്ലൊരു PR വർക്ക് എല്ലാം കൊടുത്ത് ഒരു സ്ട്രോങ് വേവ് വരുത്തിയാൽ ഒരു 5 മുതൽ ചിലപ്പോൾ 10 വരെ സീറ്റ് നേടിയെന്ന് വരാം. നേടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ സൂപ്പർ സ്റ്റാർസിന് ഒരു ഹൈ പൊട്ടൻഷ്യൽ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഇനി മമ്മൂക്കയാണെങ്കിൽ മമ്മൂക്കയുടെ കാര്യം നമുക്കറിയാം. മമ്മൂക്ക മറ്റൊരു സൂപ്പർ സ്റ്റാർ ആണ്. ലാലേട്ടന്റെ പോലെ തന്നെ കേരളത്തിനകത്തും പുറത്തും വലിയൊരു ഫാൻ ബേസ് ഉണ്ട്, ഫാൻസ് ക്ലബ് ഉണ്ട്. ലാലേട്ടന്റെ പോലെ തന്നെ യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അങ്ങനെയുള്ള മമ്മൂക്ക പെട്ടെന്ന് ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ നമ്മൾ ലാലേട്ടന്റെ കാര്യം പറഞ്ഞതുപോലെ കുറച്ചൊക്കെ സീറ്റ് മമ്മൂക്കയും പിടിച്ചെന്ന് വരാം. പക്ഷെ അപ്പോഴും തോക്കാനാണ് ചാൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ മമ്മൂക്കയുടെ കേസിലും ബാധകമാണ്. ഇനി വിജയണ്ണൻ പെട്ടെന്ന് ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ നമുക്ക് 100% ജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. പിന്നെ എങ്ങനെ ഇപ്പോൾ ജയിക്കും എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. പലരും കരുതിയിരിക്കുന്നത് വിജയണ്ണൻ ജസ്റ്റ് 2 കൊല്ലം മുമ്പ് ഒരു പാർട്ടി ഉണ്ടാക്കി ഈസിയായി ജയിച്ച് CM ആയി എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. വിജയണ്ണൻ വർഷങ്ങൾക്ക് മുമ്പേ പല കാര്യങ്ങൾ ചെയ്തു. 2009 വിജയണ്ണൻ വിജയ് മക്കളി യക്കം എന്നൊരു ഫാൻസ് ക്ലബ് ഉണ്ടാക്കി. ആദ്യമെല്ലാം ഫാൻസ് ക്ലബ്ബ് ഒരു നോർമൽ ഫാൻസ് ക്ലബ്ബ് പോലെ ഫാൻ സോൺ നടത്തുക, ഫ്ലെക്സ് അടിക്കുക, അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട പരിപാടികളായിരുന്നു. പിന്നീട് പതുക്കെ പതുക്കെ ഫാൻസ് ക്ലബ്ബ് വേറെ ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അതായത് വളരെ ആക്റ്റീവായി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്, ദുരിതാശ്വാസ പ്രവർത്തനം, കുട്ടികളെ പഠനത്തിന്
സമൂഹത്തിന് ഹെൽപ്പ് ചെയ്യുക, യൂത്തിന്റെ പ്രശ്നത്തിൽ ഇടപെടുക. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു പാർട്ടി അല്ലെങ്കിൽ ഏകദേശം ഒരു പാർട്ടി പോലെ ഒരു വലിയ സിസ്റ്റം അന്നേ ഉണ്ടായിരുന്നു. ആളുകളെ നേരിട്ട് ഹെൽപ്പ് ചെയ്തു, അവരിൽ ഒരു വിശ്വാസം ഉണ്ടാക്കി. ഇനി വിജയണ്ണന്റെ കാര്യം നോക്കിയാൽ വിജയണ്ണന് പണ്ട് മുതലേ പൊളിറ്റിക്സിൽ ഒരു താല്പര്യമുണ്ടായിരുന്നു. കരിയറിന്റെ പകുതിയായപ്പോൾ വിജയണ്ണൻ സിനിമയിൽ പൊളിറ്റിക്സ് പറഞ്ഞു തുടങ്ങി. സത്യ സിനിമയിൽ നമുക്കറിയാം ഫാർമേഴ്സിന്റെ പ്രശ്നമാണ് പറയുന്നത്. ഇതുപോലെ മൾട്ടിനാഷണൽ കമ്പനീസ് വാട്ടർ മിസ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ വില്ലേജേഴ്സിന്റെ പ്രശ്നങ്ങൾ ബേസ് ചെയ്തുള്ള വളരെ പവർഫുൾ ആയ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ആയിരുന്നു. ഇതുപോലെ തലൈവ സിനിമ അത് ലീഡർഷിപ്പ് ക്വാളിറ്റിയെ പറ്റിയുള്ളതാണ്. ഇതുപോലെ സർക്കാർ സിനിമയിൽ നമുക്കറിയാം വോട്ടിംഗ് റൈറ്റ്സ്, പൊളിറ്റിക്കൽ കറപ്ഷൻ ഇതെല്ലാം പറയുന്നുണ്ട്. ഇതുപോലെ മെർസൽ സിനിമ അത് ഹെൽത്ത് കെയർ സിസ്റ്റത്തെ പറ്റിയുള്ളതാണ്. ഇതുപോലെ മാസ്റ്റർ സിനിമ ജുവനൈൽ ക്രൈംസിനെ പറ്റിയുള്ളതാണ്. അങ്ങനെ ഓരോ സിനിമയിലും വലിയൊരു സോഷ്യൽ പ്രോബ്ലം അത് സോൾവ് ചെയ്യാൻ വരുന്ന രക്ഷകനായ നായകൻ. ഈ ഒരു സെയിം ട്രാക്ക് തന്നെ പല പല ട്രോളുകൾ വന്നിട്ടും വിജയണ്ണൻ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ സിനിമകളിലൂടെ, സിനിമയിലെ ഡയലോഗ്സിലൂടെ, സിനിമയിലെ സ്പീച്ചിലൂടെ വിജയണ്ണൻ സിനിമയെ വലിയൊരു ടൂളായി യൂസ് ചെയ്തു. ഇതുപോലെ 2021 വിജയണ്ണൻ സൈക്കിളിൽ വോട്ട് ചെയ്യാൻ പോയത് സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായി. പെട്രോൾ വിലക്കെതിരെയുള്ള പ്രതിഷേധമാണെന്ന രീതിയിൽ ഇത് ന്യൂസ് പേജുകളിൽ വരെ വന്നിരുന്നു. ഇതുപോലെ തൂത്തുക്കുടി സാറ്റലൈറ്റ് പ്ലാന്റിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പോലീസ് വെടിവെപ്പിൽ മരണപ്പെട്ട 13 ഫാമിലീസിന്റെ വീട്ടിൽ വിജയണ്ണൻ ധനസഹായം നൽകിയിരുന്നു, അവരോടൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം അന്ന് വലിയ രീതിയിൽ വൈറലായി. അങ്ങനെ ഒരു ഭാഗത്ത് വിജയണ്ണൻ, മറുഭാഗത്ത് വിജയണ്ണന്റെ ഫാൻസ്, ഈ രണ്ട് ടീമും ഇങ്ങനെ നേരിട്ട് ആളുകളിലേക്ക് എത്തി. അങ്ങനെ അവരുടെ വിശ്വാസം നേടിയെടുത്തു. പിന്നീട് 2021 തമിഴ്നാട്ടിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ വിജയണ്ണന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ അധികം പ്രമോഷൻ ഇല്ലാതെ ഈസിയായി ജയിച്ചു വന്നു. ഇത് കണ്ടപ്പോൾ വിജയണ്ണൻ വളരെ വലിയൊരു കോൺഫിഡൻസ് വന്നു. അങ്ങനെ 2024 TVK ഉണ്ടാക്കി. അതായത് 15 കൊല്ലം കൊണ്ട് വിജയണ്ണൻ ഉണ്ടാക്കിയെടുത്ത സിസ്റ്റം, അവർക്ക് പരിചയമുള്ള സിസ്റ്റം ഒരു പാർട്ടിയായി കൺവെർട്ട് ചെയ്തു. മറ്റൊരു കാര്യമാണ് 41,000 കോടിയുടെ ഒരു വലിയ ഓഫർ TVK നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് 2,500 രൂപ, 6 സിലിണ്ടറുകൾ ഫ്രീ ആയിട്ട് നൽകുന്നു. ഇതുപോലെ സർക്കാർ ജോലികൾ, ജോലി ഇല്ലാത്ത ആളുകൾക്ക് മാസം 4,000 രൂപ, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ഓഫറുകൾ. മറ്റൊരു മെയിൻ കാര്യമാണ് പ്രമോഷൻ വർക്കുകൾ നല്ലൊരു PR ടീമിനെ ഏൽപ്പിച്ചു. യങ്സ്റ്റേഴ്സിന്റെ ഇടയിലും സോഷ്യൽ മീഡിയക്ക് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയും. വിജയണ്ണന്റെ ഫാൻസ് TVKക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വലിയൊരു PR വർക്ക് നടത്തി. വോയിസ് ഓഫ് കോമൺ എന്ന ITVന് TVKയുമായി ബന്ധപ്പെട്ട ഷോർട്സ്, റീൽസ് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ വലിയ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. ഇതെല്ലാം സോഷ്യൽ മീഡിയയിലെത്തി. ഇതെല്ലാം യങ്സ്റ്റേഴ്സിന് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു. നിലവിലെ വോട്ടിംഗ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിന്റെ വോട്ട് നേടിയത് നമ്മുടെ TVK പാർട്ടിയാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു, ഇത്രയും കാര്യങ്ങൾ ചെയ്താണ് വിജയണ്ണൻ ജയിച്ചത്. അപ്പോൾ പെട്ടെന്നൊരു പാർട്ടി ഉണ്ടാക്കിയാൽ ജയിക്കുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ഈ ഒരു പാർട്ടിക്ക് പുറകിൽ ഇങ്ങനെ ഒരു വലിയ ബേസ് ഉണ്ട്. ഇനി ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് ഒരു പാർട്ടി ഉണ്ടാക്കിയെന്ന് കരുതുക. ഇവര് രണ്ടുപേരും ഒരുമിച്ചാൽ നമുക്ക് പിന്നെ പറയേ വേണ്ട, അതൊരു 1.5 പവർ തന്നെയായിരിക്കും. നല്ല സ്ട്രോങ് കാൻഡിഡേറ്റ്സിനെ യൂസ് ചെയ്തു സോഷ്യൽ മീഡിയ മുഴുവൻ വലിയൊരു PR വർക്ക് കൊടുത്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്തായാലും യങ്സ്റ്റേഴ്സിനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. ചിലപ്പോൾ 10ഓ 20ഓ സീറ്റുകൾ നേടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവും, പക്ഷെ അപ്പോഴും ജയിക്കാൻ കഴിയും. കാരണം വർഷങ്ങളായുള്ള സ്ട്രോങ് പാർട്ടീസാണ്. പെട്ടെന്ന് വന്ന പുതിയ പാർട്ടിക്ക് തോപ്പിക്കാൻ കഴിയില്ല. ഇനി ഇവർ ഇതിലേക്ക് ഇറങ്ങി ഒരു 10 കൊല്ലം നന്നായി ഹാർഡ് വർക്ക് ചെയ്തു. എല്ലാ പാർട്ടിയും വെട്ടുന്ന രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വളരെ പവർഫുൾ ആയ PR വർക്ക് യങ്സ്റ്റേഴ്സിനെ എല്ലാം നന്നായി ഇൻഫ്ലുവൻസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഹൈ ചാൻസ് ഉണ്ട്. കാരണം സൂപ്പർ സ്റ്റാർസിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തെന്നാൽ എല്ലാ പാർട്ടിയിലും നടന്മാരെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കൂടി പറ്റിയാൽ അതൊരു ഹൈ പൊട്ടൻഷ്യൽ കൊടുക്കും. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിൽ ഇനി അഥവാ ഇവര് പാർട്ടി തുടങ്ങിയാലുള്ള സാധ്യതകളാണ്. നിലവിൽ നമ്മുടെ മമ്മൂക്കയ്ക്കും ലാലേട്ടനും പൊളിറ്റിക്സിൽ വരാൻ താല്പര്യമേ ഇല്ല. നമുക്കും ഒരു സിനിമകൾ നിർത്താതെ തുടർന്ന് ചെയ്യുന്നത് കാണാനാണ് കൂടുതൽ ഇഷ്ടം.